ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല മോളെ. കണ്ടോ, മുഖത്തേക്ക് വെള്ളമൊഴിച്ചപ്പോ കൈകൊണ്ട് തടുത്ത. ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട് അങ്ങോട്ട് പോണ്ടാന്ന്. ഇതൊന്നും കുഴപ്പമില്ല. എന്റെ മനസ്സിനകത്ത് ഇതിലും പൊള്ളലുണ്ട്. നമ്മൾ ആഗ്രഹിച്ചൊക്കെ നടക്കുമ്പോ അതൊക്കെ മാറും മോളെ. അപ്പൊ നമ്മളെക്കാളും പൊള്ളാൻ പോകുന്നത് ഇപ്പൊ എന്നെ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചവർക്കാ. നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുന്നത് അപകട. കിരണും ചന്ദ്രശേഖരും ഒക്കെ ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്. ഇങ്ങോട്ടൊന്നും അവരാരും വരാൻ പോകുന്നില്ല. ഒരിക്കലും മോൾ അവരുടെ ഒന്നും മുന്നിൽ പോയി എന്നെ സപ്പോർട്ട് ചെയ്യരുത്. ഇങ്ങനെ ഒരാൾ മരിക്കണമെന്ന പ്രാർത്ഥന എന്നൊക്കെ പറയണം. ഞാൻ അങ്ങനെ തന്നെയാ പറയുന്നത്. അച്ഛനെന്ന അധികാരവും കാണിച്ച് എന്റെ അടുത്തോട്ട് വന്നാ ചൂടുവെള്ളം മുഖത്തോട്ട് ഒഴിക്കുന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു. സത്യം പറയാലോ, കല്യാണിയേക്കാൾ മുന്നേ ആ ചന്ദ്രസേന മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല മോളെ. അവനായിരുന്നു എന്റെ ആദ്യത്തെ പ്രതിയോഗി. അന്നവനെ ഞാൻ നീറ്റായിട്ട് ഒഴിവാക്കിയതാ രൂപയുടെ ജീവിതത്തിൽ നിന്ന്. പക്ഷെ അവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതോടെയാ സാഹചര്യം മാറിയത്. സാഹചര്യം മാറി മറിഞ്ഞത് അപ്പോഴൊന്നും അല്ലച്ചാ, അതിനു മുമ്പേ തന്നെയാ. കല്യാണി എന്റെ ഭാഗ്യങ്ങളെല്ലാം തട്ടിയകറ്റി. അവള് സരിയോ കൺസ്ട്രക്ഷനിൽ കയറി കൂടിയില്ലായിരുന്നെങ്കിൽ ഞാനും കിരണും ഇപ്പൊ ഒന്നിച്ചേനെ. അങ്ങനെയെങ്കിൽ പിന്നെ ചന്ദ്രസേനൊന്നും ആ കുടുംബത്തിൽ കയറില്ലായിരുന്നു. അതും ശരിയാ. സാരമില്ല, ഇത്തവണ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ടാർഗറ്റ് ചെയ്ത് അവിടെ കൊല്ല. വീണ്ടും പരോളുണ്ടാവുമല്ലോ. ഇനിയിപ്പോ ചന്ദ്രസേന പിന്നാലെ ഒന്നും നടക്കണ്ട. അയാൾക്ക് നല്ല പ്രായമായി. അച്ഛനെ സ്നേഹിക്കുന്ന കിരണും സോണിയൊക്കെ ഇപ്പൊ എന്റെ അച്ഛനെ നന്നായിട്ട് വെറുക്കുന്നുണ്ട്. ആ വെറുപ്പിനെ ചന്ദ്രസേനൻ പോയാലും നിലനിൽക്കും. പിന്നെ അയാളെ ഇല്ലാണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കല്യാണി ഒഴിഞ്ഞു പോകണം. അവളുടെ അമ്മ പോയ ലോകത്തേക്ക്. എത്രയും പെട്ടെന്ന് അതിനൊരു സാഹചര്യം മോളുണ്ടാക്കി. അവള് കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിംഗിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പറ. അങ്ങനെയെങ്കിൽ ആ ദിവസം ഞാൻ അവളുടെ മുഹൂർത്തം നിശ്ചയിച്ചോളാം. പലപ്പോഴും അവളുടെ കൂടെ ആരെങ്കിലും ഒക്കെ കാണും, പ്രത്യേകിച്ച് ആ സൂപ്പർവൈസർ ഹരി. എന്നാലും കുഴപ്പമില്ല. ഒരു ബിൽഡിങ്ങിനകത്തേക്ക് അവൾ കയറി കഴിഞ്ഞാൽ എപ്പോഴും അവളുടെ കൂടെ അയാൾ ഉണ്ടാവില്ലല്ലോ. ആ അവസരം നോക്കി ഞാൻ കാര്യം സാധിച്ചോളാം. എന്തായാലും മോളെ, കല്യാണി മരിച്ചുവെന്ന സന്തോഷം നിന്നെ അറിയിക്കാതെ എനിക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല. അങ്ങനെ പോകേണ്ടി വന്നാ അതൊരു വലിയ നിരാശയായിരിക്കും. ശരി മോളെ. കല്യാണി പുറത്തു പോയിട്ട് വന്നോ? എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്തു പോയതാണോ? എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ദുബായിന്ന്. എന്റെ കഥകളൊക്കെ അറിഞ്ഞിട്ട് വന്നതാ. ജയിലിൽ കിടക്കുന്നവനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പത്രത്തിലുണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ലഞ്ചൊക്കെ കഴിച്ചു. സരിയു കൺസ്ട്രക്ട് ചെയ്ത ആ ബിൽഡിങ്ങിന്റെ ഇന്റീരിയർ ഏകദേശം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നാളെ ഞാൻ അങ്ങോട്ട് പോകുന്നേ. ഇനി നേരിൽ കണ്ടിട്ട് മാറ്റേണ്ട ഡിസൈൻ ഒക്കെ മാറ്റാനുണ്ട്. അതൊരു ചലഞ്ചായിട്ട് എടുത്തിരിക്കുവാണല്ലേ? ചലഞ്ച് വേറൊന്നുമല്ല, സരിയുവിന്റെ ഐഡിയയിൽ വന്ന പ്ലാനാണ്. അതും ഇതുവരെ ചെയ്യാത്തൊരു മോഡൽ വീടാണ് സരിയു വരച്ചത്. അപ്പൊ അതിന്റെ ഇന്റീരിയർ ചെയ്യാൻ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോ നാളെയാണ് അങ്ങോട്ട് പോകുന്നതല്ലേ? അതെ, നാളെ തന്നെ. അങ്ങനെങ്കിൽ അതിപ്പോ തന്നെ അച്ഛനെ അറിയിക്കണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. എനിക്കൊന്നുമില്ല. ഞാൻ ചെയ്ത വർക്ക് നന്നായിന്ന് കല്യാണിയും കിരണും അതുപോലെ തന്നെ ഹരിസാറും ഒക്കെ പറഞ്ഞത് തന്നെ വലിയ സന്തോഷം. കിരണേട്ടന്റെ അച്ഛനും അമ്മയും ചേർന്ന് പടുത്തുയർത്തിയ സ്ഥാപനമായത് അതറിയാവല്ലോ. അറിയാടി, അറിയാം. അതിന്റെ കൂട്ടത്തില് എന്റെ അച്ഛന്റെ വിയർപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വർക്കിൽ വീഴ്ച വരുത്താൻ പാടില്ല. സരിയു ചെയ്ത വർക്ക് കൊള്ളില്ലെങ്കിൽ ഞാൻ കൊള്ളില്ലെന്ന് തന്നെ പറയും. എന്റെ വർക്കിനെ കുറിച്ചും അങ്ങനെ തന്നെ പറയണം. അതിപ്പോ കിരണേട്ടനെ അനാവശ്യമായിട്ട് അഭിനന്ദിക്കാറില്ല. വർക്കിൽ കോംപ്രമൈസ് വേണ്ടെന്നാ പറയാറ്. നമ്മളെ വിശ്വസിച്ച് തരുന്നവർക്ക് മാക്സിമം ക്വാളിറ്റിയിൽ ബിൽഡിംഗ് കെട്ടിക്കൊടുക്കുക. ബാക്കി പബ്ലിസിറ്റിയൊക്കെ അവര് തന്നെ തന്നോളൂ. പബ്ലിസിറ്റിക്ക് വേണ്ടി ഏറ്റവും കുറവ് പൈസ മുടക്കുന്നതും നമ്മുടെ കമ്പനിയാ. റോഡ് നീളെ ഫ്ലെക്സും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളെ ഒരിക്കൽ സമീപിച്ച ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് നല്ലതേ പറയാറുള്ളൂ. അത് തന്നെയാ നമ്മുടെ വിജയവും. കല്യാണി വന്ന ശേഷം കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നാ കിരൺ പറഞ്ഞത്. ഹരിസാറും പറഞ്ഞു എത്ര പെട്ടെന്ന് ആ കല്യാണി എല്ലാം പഠിച്ചെടുത്തേന്നു. അപ്പൊ സരിയു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞെങ്കിലും ഒന്നും അറിഞ്ഞൂടായിരുന്നല്ലോ. ഇവിടെ വന്ന ശേഷം എത്ര പെട്ടെന്നാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത്. ഇനിയിപ്പോ കൺസ്ട്രക്ഷന്റെ തലപ്പത്തേക്ക് സരിയുവിനെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങും കിരണേട്ടനുണ്ട്. ഹരിസാർ ഒരു 3-4 വർഷത്തിനിടയ്ക്ക് റിസൈൻ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് സാറ് പറയാറുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾ നിർബന്ധിച്ചോണ്ടാ സാർ ഇവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ഈ കമ്പനിയുടെ മേൽനോട്ടം സരിയുവിന് തന്നിരിക്കും. കിരണേട്ടൻ പറയുന്നത് പോലെ സരിയും ഈ കമ്പനിയുടെ പാർട്ട്ണറായിട്ട് വരേണ്ട ആളല്ലേ. ഇടയ്ക്കുണ്ടായ ചില സംഭവങ്ങളല്ലേ ആ സ്ഥാനമൊക്കെ സരിയുവിന് നഷ്ടപ്പെടുത്തിയത്. എനിക്കിനി സ്ഥാനമാനങ്ങളൊന്നും വേണ്ട കല്യാണി. ഇപ്പൊ തന്നെ കിട്ടുന്ന ഈ സൗകര്യങ്ങളൊക്കെ ഞാൻ അർഹിക്കുന്നൊന്നുമല്ല. അതിന് കിരണോടും കല്യാണിയോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല. ബൈപ്പാസിനടുത്ത് എന്റെ പ്ലാനിൽ പൂർണ്ണമായിട്ടും കൺസ്ട്രക്ഷൻ തീർത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് കിരൺ തന്നിരിക്കുന്നു. ആ ബിൽഡിങ്ങിന്റെ ഇന്റീരിയർ വർക്കിനായിട്ട് നാളെ കല്യാണി അവിടെ പോകുന്നുണ്ട്. എനിക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്റീരിയർ വർക്കിൽ എന്തോ മലമറിക്കെന്ന് പറഞ്ഞിട്ട് അവള് പോകുന്നത്. എന്തായാലും അവള് രാവിലെ അവിടെ എത്തും. ആ ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ അച്ഛന്റെ മൊബൈലിലേക്ക് ഞാൻ അയക്കാത്തത് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് അവരറിയണ്ടെന്ന് കരുതിയിട്ടാ. എനിക്കറിയാത്ത സ്ഥലമൊന്നുമല്ലല്ലോ. ബൈപ്പാസിൽ എവിടെയാ? അവിടെ കരിക്ക അമ്പലത്തിന്റെ അടുത്തായിട്ട്. ബൈപ്പാസിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, അതിലേ പോകുമ്പോ ഫസ്റ്റ് ലെഫ്റ്റാ. അവിടെ നിന്ന് ഒരു 200 മീറ്റർ പോകുമ്പോ 2 വീട് കഴിഞ്ഞ് 3-ാമത്തെ വീടാ റൈറ്റ് സൈഡില്. ഒരാഴ്ചയായിട്ട് അവിടെ പണിയൊന്നും നടക്കുന്നില്ല. പിന്നെ ബിൽഡിംഗ് നനയ്ക്കാനായിട്ട് ആരെങ്കിലും വരുമെന്ന് അറിയില്ല. എന്തായാലും കല്യാണി നാളെ ഉറപ്പായിട്ടും അവിടെ എത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങാം. അവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ പണിക്കാരവിടെ തങ്ങിയിരുന്നതുകൊണ്ട് ആരും ശ്രദ്ധിക്കാനും വഴിയില്ല. അതൊക്കെ ഞാൻ നോക്കിയോളാം. പണി നടക്കുന്ന ബിൽഡിംഗ് ആയതുകൊണ്ട് മറിഞ്ഞിരിക്കാൻ സൗകര്യം ഒരുപാടായിരിക്കും. ഇനിയിപ്പോ മോള് പറഞ്ഞ പോലെ അവളുടെ കൂടെ ആ ഹരി വരുവാണെങ്കിൽ അവന്റെ കണ്ണ് തെറ്റുന്ന സമയത്ത് ഞാൻ കാര്യം നടത്തിക്കോളാം. ഇനിയിപ്പോ അവളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് തടസ്സം പിടിക്കാൻ ഹരി വരുവാണെങ്കിൽ അവനെ തീർക്കാനും എനിക്ക് മടിയൊന്നുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല മോളെ. നമ്മുടെ കമ്പനി ഉണ്ടായ കാലം മുതലേ അവിടെ കയറിയവനായി ഈ ഹരി. ഞാനാണ് അവനെ ഇന്റർവ്യൂ ചെയ്ത് ജോലിക്കെടുത്തത്. എന്നിട്ട് അവൻ പിന്നീട് ചന്ദ്രസേനന്റെ വിശ്വസ്തനാവുകയായിരുന്നു. അതിനുശേഷം കിരണോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്
കിരണിനെ എന്റെ ശത്രുവാക്കുന്നതിൽ അവനും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നുവെച്ച് അവനെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. കാരണം അവൻ നമ്മുടെ എതിരാളിയൊന്നുമല്ല. പക്ഷെ കൃത്യം നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്നെ അവൻ തടയാൻ ശ്രമിച്ച അതവന്റെ അവസാനമാണെന്ന് കൂട്ടിക്കും. പരമാവധി ഇരു ചെവി അറിയാതെ കാര്യം നടത്തിയാൽ നന്നായിരുന്നു. അവളെയും കൊണ്ടുവരുന്ന ഡ്രൈവർ പുറത്തായിരിക്കും. ബിൽഡിങ്ങിനകത്ത് വെച്ചൊന്ന് അലറിയാ പോലും ചിലപ്പോൾ പുറത്ത് ശബ്ദം കേൾക്കണമെന്നില്ല. ഞാൻ അവളുടെ മരണം ഉറപ്പാക്കിയിട്ടേ അവിടുന്ന് പോകും. അർഹതയില്ലാതെ ഒരുപാട് നേടിയവളാ കല്യാണി. ഒരിക്കലും സംസാരിക്കില്ലെന്ന് കരുതിയവൾക്ക് സംസാരശേഷി തിരിച്ചുകിട്ടി. 3ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളവള് പിന്നീട് പലതും പഠിച്ചു. അവൾ ഇന്ന് സരയു കൺസ്ട്രക്ഷന്റെ പേര് മാറ്റി RS കൺസ്ട്രക്ഷൻ എന്നാക്കി. അതിന്റെ MD-യുമായി. ഇപ്പൊ കിരണിനേക്കാളും അധികാരം അവിടെ അവൾക്കല്ലേ? അതെ, അവൾ ആ ഫൈനൽ തീരുമാനം എടുക്കുന്നത്. ആ സ്ഥാനത്തേക്ക് എന്റെ മോള് വരണം. ഒരുപക്ഷെ ഞാൻ തൂക്കുകയറിലേക്ക് പോയെന്ന് വരാം. അല്ലെങ്കിൽ പുറത്തു വെച്ച് തന്നെ എന്നെ ആരെങ്കിലും കൊന്നെന്ന് വരാം. മരിച്ച ശേഷം എന്റെ ആത്മാവിനെ കാണാൻ കഴിയണം മോളും കിരണും ഒന്നിച്ചിരിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച പോലെ മോൾ RS കൺസ്ട്രക്ഷന്റെ പേര് മാറ്റി സരയു കൺസ്ട്രക്ഷൻ എന്നാക്കിയ ശേഷം അതിന്റെ MD-ആയി കറങ്ങുന്ന കസേരയിൽ ഇരിക്കണം. മോള് വയ്ക്കും. നാളെ മോള് കേൾക്കാൻ കൊതിച്ച വാർത്ത കേട്ടിരിക്കും. അച്ഛാ, ചിലപ്പോ ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കും മോളെ. അങ്ങനെയൊന്നും പറയില്ല അച്ഛാ. കുട്ടിക്കാലത്ത് മോളെന്ന് കരഞ്ഞു വാശി പിടിച്ച മോൾക്കരികിൽ എല്ലാം എത്തിക്കുമായിരുന്നു അച്ഛൻ. അന്ന് തൊട്ട് മോളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്നിട്ടേ ഉള്ളൂ. അവസാനം ഒരു കൊടും ക്രിമിനലിനെ മോളുടെ ഭർത്താവാക്കിയത് അവൻ നല്ലവനാണെന്ന് കരുതിയിട്ട. അത് മാത്രമാ അച്ഛൻ മോളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിനുള്ള പരിഹാരം കണ്ടിട്ടേ അച്ഛൻ ഈ ലോകത്തുനിന്ന് പോകത്തുള്ളൂ. ആ ദിവസമാണ് നാളെ. നാളെ കഴിഞ്ഞ് കല്യാണിയുടെ വേർപാടിൽ എല്ലാവരും വിറങ്ങലിച്ച് നിന്ന ശേഷം ആ വേദനയിൽ നിന്ന് മുക്തി നേടുന്ന ഒരു ദിവസമുണ്ട്. അതിനുശേഷം മോള് കിരണിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറും. അവന്റെ മോന് ഒരമ്മ വേണമെന്ന് അവനും അവനെ സ്നേഹിക്കുന്നവർക്കും തോന്നണം. അവിടെ പിന്നെ അച്ഛൻ കാണും. ജീവിച്ചിരുന്നാലും മരിച്ചാലും അവന്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് അവനൊപ്പം നിൽക്കുന്ന എന്റെ മോളെ. ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ്. ഇവിടെ ക്യാമറയൊന്നുമില്ല. പുതിയതായതുകൊണ്ട് ക്യാമറയൊന്നും വെച്ചിട്ടില്ല. ഭാഗ്യം. ഇവിടെ ഇരിക്കാം. ഇവിടെ സുരക്ഷിതമായിരിക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഞാൻ അച്ഛനെ കണ്ടുവന്നു. ഞാൻ എന്തിനാ അയാളെ കാണുന്നത്? എനിക്കിപ്പോ അങ്ങേരോട് വെറുപ്പാ. ഒരു സമയത്ത് എന്റെ ജീവിതത്തിൽ എന്റെ കാണപ്പെട്ട ദൈവമായിരുന്നു അയാള്. അതുപോലായിരുന്നു എന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തന്നോണ്ടിരുന്നത്. അതേ ആള് തന്നെ ഇപ്പൊ എന്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്തു. ഒരുത്തിനെ എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട്. അതോടെ അച്ഛൻ മകൾ ബന്ധം വേർപെടുകയും ചെയ്തു. ഇപ്പൊ അച്ഛൻ ആ ബിൽഡിംഗിൽ കയറി കാണും. നാളെ രാവിലെ അവൾ അവിടെ എത്തിയാൽ മതിയായിരുന്നു. കല്യാണി അടുത്തെങ്ങാനും അമ്മ കണ്ടായിരുന്നോ? അവളെ കാണുവാണെങ്കിലും ഒരു കാരണവശാലും എന്റെ മനസ്സിലുള്ളതൊന്നും അവൾ അറിയരുത്. എനിക്കറിയാം അന്ന് കല്യാണത്തിന് ഉൾപ്പെടെ അമ്മ പങ്കെടുക്കാതിരുന്നത് അതൊക്കെ മനസ്സിൽ കിടക്കുന്നോണ്ടാണെന്ന്. കല്യാണിയോട് നിറയേട് കാണിക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ. ചില നേരത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നേക്കാൾ സ്നേഹം അവളോടാണെന്ന്. രണ്ടുപേരും ഒരുപോലെയാണെന്നോ? അത് വേണ്ട. എന്റെ അമ്മയാ നിങ്ങള്, എന്റെ സ്വന്തം അമ്മ. അപ്പൊ എന്നെ നിങ്ങൾ ബഹുമാനിച്ചാൽ മതി. എനിക്കൊപ്പം അവളെ നിർത്തണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? എന്റെ ജീവിതം നശിപ്പിച്ചത് കല്യാണിയാ. അതിനെ ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായിരുന്നു അവൾക്കുണ്ടായിരുന്നത്? സ്വന്തം അമ്മ മാത്രം. ജനിച്ചപ്പോഴേ നേരെ ചൊവ്വ ഭക്ഷണം പോലും ഒക്കെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവൾ ഇന്ന് ഈ നിലയിലെത്തിയത് അവളുടെ മന്ത്രവാദവും പൂജയും കൊണ്ടാ. എന്നെയും കിരണിനെയും തെറ്റിച്ചത് ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടാ. അത് കഴിഞ്ഞവളെല്ലാം നേടി. അവൾക്ക് അവളുടെ ശബ്ദം കിട്ടി. കമ്പനിയുടെ MD ആയി. ഇന്ന് അവള് ശമ്പളം തരുന്ന കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് ഞാൻ. അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? അവളുടെ കസേര എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇനി ചിലപ്പോ പല ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും. അതൊക്കെ കണ്ടിട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചോണ്ടിരുന്നോണം. അതെന്താണെന്നൊന്നും ചോദിക്കണ്ട. ഒരുപക്ഷെ നാളെ എന്ത് നടന്നാലും അതിന് സാക്ഷിയാവാൻ മാത്രമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അതിനപ്പുറം ആർക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട. അങ്ങനെ ചെയ്യുന്നെങ്കിൽ തന്നെ അത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം. അവൻ എന്തിനായിരിക്കും കാറുമായി പിന്നിലേക്ക് പോയത്? ഓഡിറ്റോറിയത്തിന് പിൻഭാഗത്തുള്ള CCTV ഇത്രേ പതിഞ്ഞിട്ടുള്ളൂ. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. കല്യാണി, നിനക്കെന്താ ഉറക്കം വരുന്നില്ലേ? എനിക്കെന്തോ ഒരു ഭയം പോലെ കിരണേട്ടാ. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. എന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? അല്ല, ആ CI അന്വേഷണം ഊർജിതമാക്കിയിരിക്കുക. അതിന്റെ കൂടെ മൊബൈൽ തുറന്നു കഴിഞ്ഞാ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഗംഗാപ്രസാദിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അന്വേഷണത്തെ പറ്റി പലതും പടച്ചു വിടുന്നുണ്ട്. അതിന്റെ പിന്നിൽ സ്റ്റെഫിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ജനങ്ങൾക്ക് ഇതൊരു ആകാംക്ഷയുള്ള കേസാക്കി മാറ്റിയാ അത് ചാനലുകാർക്ക് നല്ലതാ. സ്റ്റെഫിക്ക് അവൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. വലിയൊരു അബദ്ധം കാണിച്ചു കല്യാണി. ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല. അന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം പോലീസിനെ ഈ വിവരം അറിയിച്ചാൽ മതിയായിരുന്നു. അവര് വന്ന് ബോഡി എടുത്താനെ. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷയൊന്നും കിട്ടില്ലായിരുന്നു. കാരണം ഗംഗാപ്രസാദ് അവിടെ വന്നത് തോക്കുമായിട്ടാ. അവൻ കാർത്തികയെ വെടിവെച്ച് വീഴ്ത്താനായിട്ട് പോയപ്പോ അത് ഒഴിവാക്കാൻ അവനെ തല്ലിയതാണെന്നും ആ സമയത്ത് അവന് മരണം സംഭവിച്ചതാണെന്നും പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾക്ക് കുറച്ച് തീവ്രത കുറയുമായിരുന്നു. പക്ഷെ ആ സമയത്ത് കല്യാണം നടക്കുമല്ലേ, ആരെയും ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി. പിന്നെ ഇതുപോലെ കേസാവുമെന്നും അന്വേഷണം വരുമെന്നൊന്നും നമ്മൾ ചിന്തിച്ചില്ലല്ലോ. അന്ന് അവൻ പിടികെട്ട പുള്ളിയാണ്. അങ്ങനെ തന്നെ എല്ലാവരും കരുതിക്കൊള്ളുമെന്നാ എല്ലാവരും ചിന്തിച്ചത്. ഇനിയിപ്പോ ആ CI എല്ലാം പുറത്തുകൊണ്ടുവരുവാണെങ്കിൽ കേസ് ബലപ്പെടുവോ കിരണേട്ടാ? എന്ന് ചോദിച്ചാൽ ഇത് കൊലപാതകമാണ്. എന്ന് മാത്രമല്ല തെളിവ് നശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ബോഡി നമ്മുടെ പറമ്പിൽ കുഴിച്ചു മൂടി തെങ്ങ് വെക്കുകയും ചെയ്തു. ഇത്രയൊക്കെ നടന്നിട്ടും പോലീസിനെ വിവരം അറിയിക്കാതിരുന്നത് വലിയ തെറ്റാ. തെളിവ് നശിപ്പിച്ചതിന് ശിക്ഷ കിട്ടാതിരിക്കില്ല.